സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി ടൈമാണ്. ചിലപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിൽ, ഇല്ലെങ്കിൽ തൃപ്പൂണിത്തുറ. ഇതൊന്നും അല്ലെങ്കിൽ എവിടെയാണോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളത് അവിടെ തീറ്റയും കറക്കവും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ അടിച്ചു പൊളിക്കും. രാത്രി പിള്ളേർക്ക് ചോറുണ്ണാനുള്ള മടി കാരണം KFC ഓർഡർ ചെയ്യാൻ പോയി. ആ സമയത്ത് എൻ്റെ അടുക്കൽ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 ചിക്കൻ വിങ്സ് പറഞ്ഞു. കാരണം ചോറും മീൻകറിയും ഉണ്ടേ. അപ്പം നമ്മൾ എന്തൊക്കെ കഴിച്ച് കഴിഞ്ഞാലും ഞാനും ചേച്ചിയും ചോറിൻ്റെ അകത്തോട്ട് വന്ന് വീഴും. എന്നാലും അത് അടിപൊളിയായിരുന്നു. പിന്നെ പിള്ളേർ വാങ്ങിച്ച ബർഗറിൽ നിന്ന് നമ്മളും കഴിക്കുമല്ലോ. പിന്നെ കൊക്കക്കോളയും അതേമാതിരി ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കോള കുടിച്ചില്ല കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലവേദന വീണ്ടും ഇളകും. അതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇതും കൊണ്ട് അങ്ങ് നിർത്തി. അമലുവിൻ്റെയിലിരുന്ന ബർഗർ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നി ഒരെണ്ണവും കൂടെ വാങ്ങിക്കാമായിരുന്നെന്ന്. പക്ഷെ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. എൻ്റെ തീറ്റ കാണുമ്പോൾ നിങ്ങൾ പലരും ആലോചിക്കും ഞാൻ ഒറ്റയ്ക്കിരുന്ന ഇതെല്ലാം തിന്നുന്നതെന്ന്. അല്ല ഗൈസ്, എൻ്റെ കൂടെ ചുറ്റിനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരാരും വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വരാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് തിന്നുന്ന വീഡിയോ എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ KFC ഒക്കെ തിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ പോയി. പിള്ളേർക്ക് പിന്നെ വേണ്ടല്ലോ. നല്ല ചോറും മാങ്ങ ഇട്ട മീൻകറിയും അതേമാതിരി വാഴച്ചുണ്ട് തോരനും തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും മാങ്ങാച്ചാറും മീൻ വറുത്തതും എല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു പ്ലാൻ വന്നത്. നാളെ സൺഡേ ആണല്ലോ, ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോയാലോ എന്ന്. ഇത്തിരി ദൂരെയുള്ള. അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കാതെ ഓക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി തന്നെ ആലോചിച്ചിട്ട് എന്നോട് ചോദിക്കുക, നാളെയല്ലേ മോൾക്ക് അമ്പലത്തിൽ ഡാൻസ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പം തന്നെ എൻ്റെ കിളി പോയി. അതെങ്ങാനും പ്ലാൻ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊച്ചിനെയും കൊണ്ട് രാവിലെ പോകും. അവിടുന്ന് ഡാൻസിന് അവർ മേക്കപ്പിന് വിളിക്കുമ്പോഴത്തേനും ഞാനിവിടെ ഇല്ലയെന്നൊന്ന് പറയേണ്ട അവസ്ഥ. ഏതായാലും ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.